ഹലോ ഗൈസ്, അമ്മൂസ് ഫ്ലോ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് തെന്മല ഡാം, എക്കോ ടൂറിസം, പാർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തെന്മല ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഗൈസ് മുകളിലേക്ക് പോകുന്നത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനും ഇവിടെ ടിക്കറ്റ് എടുക്കണം ഗൈസ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിറയെ കുരങ്ങന്മാരുടെ ശല്യമാണ്. നമ്മുടെ എല്ലാ സാധനങ്ങളും അവറ്റകൾ വന്ന് എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഡാമിലേക്കുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ താഴ്ന്ന് എടുക്കുന്ന ടിക്കറ്റ് ഒരിക്കലും കളയാൻ പാടില്ല ഗൈസ്. അത് നമുക്ക് മേളിൽ ചെല്ലുമ്പോഴും ടിക്കറ്റ് നമ്മളോട് ചോദിക്കും. നമ്മൾ ഡാമിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഡാമിൻ്റെ വ്യൂ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ഡാമിൻ്റെ ഷട്ടർ എന്ന് പറയുന്നത്. അപ്പുറത്തെ സൈഡ് കാടാണ്. അവിടേക്ക് പോകാനും അവിടെ ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇതാണ് അവിടേക്ക് പോകാനുള്ള പാലം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടേട്ടൊന്നും നമുക്ക് എൻട്രി ഇല്ല. ഇതാണ് ഗൈസ് ഇവിടുത്തെ സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അടുത്തത് നമുക്ക് ഡാമിൻ്റെ ടോപ്പിലേക്കുള്ള വഴിയിലൂടെയാണ് ഗൈസ് പോകേണ്ടത്. ഇതുവഴിയാണ് ഡാമിൻ്റെ മുകളിലേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്കും കുരങ്ങന്മാരെയൊക്കെ കാണാം ഗൈസ്. അപ്പം നമുക്കിനി മുകളിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മൾ ഇത്രയും നടന്നതൊന്നും ഒന്നുമല്ല ഗൈസ്. നമുക്ക് ഇനിയും കുറേ ദൂരം പോകാനായിട്ടുണ്ട്. ഡാമിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണമെങ്കിൽ നമുക്കിനി കുറേ സ്റ്റെപ്പുകളോട് കയറാനുണ്ട് ഗൈസ്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കാണ് ഗൈസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം നടക്കാനും സ്റ്റെപ്പ് കയറാനുമായിട്ട് കുറേ ദൂരമുണ്ട്. ഇതാണ് ഗൈസ് ഡാമിൻ്റെ കുറച്ചുകൂടി അടുത്ത് നിന്നുള്ള വ്യൂ. പലരും ഇവിടെ വരെയൊക്കെ വന്നിട്ട് തിരിച്ചു പോകും. കാരണം സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആരും മുകളിലോട്ടൊന്നും അധികം കയറാറില്ല. നമ്മളിവിടെ വന്നപ്പം ഗൈസ് മേളിൽ മയിലൊക്കെ കയറുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേളിൽ ചെന്നപ്പോൾ മയിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗൈസ് നമ്മൾ വരുന്ന ടൈമാണ്. ഒന്നുകിൽ നിങ്ങൾ വൈകിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ വരണം. വൈകിട്ട് വരുന്നതായിരിക്കും ഗൈസ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ വെയിലൊക്കെ താന്നിട്ട് നന്നായിട്ട് നമുക്ക് ഡാം ഫുള്ള് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി ഡാമിന് മുകളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വന്നത് നട്ട് ഉച്ചയ്ക്കായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യൂ ആയിരുന്നു ഗൈസ്. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ ഡാമിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ വരുന്ന വഴിക്കും ഡാമിലേക്ക് വന്നപ്പോഴുമൊക്കെ ചെറിയ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമുക്കിവിടെ കാണാനായിട്ട് ഡാം മാത്രമല്ല ഗൈസ്, പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഡാമിൻ്റെ പരിസരത്ത് തന്നെ അതിലും മനോഹരമായ ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട് ഗൈസ്. ഇത് ഡാമിൻ്റെ മറ്റൊരു വ്യൂ ആണ്. സൈഡിലുള്ളൊരു മലയാണ് ഗൈസ് ഇത്. മഴക്കാലത്തും അതിനുശേഷമുള്ള മാസങ്ങളിലുമാണ് ഇവിടുത്തെ കാഴ്ചകൾക്ക് കൂടുതൽ ഭംഗിയേറുന്നത്. ഡാമിൻ്റെ പ്രദേശങ്ങളെല്ലാം പച്ചപ്പാൽ നിറഞ്ഞതാണ്. ഇവയെല്ലാം നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. പ്രകൃതിയോട് ചേർന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളിവിടെ വരുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗൈസ്. കാരണം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. തെന്മലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഗൈസ്. തെക്കൻ കേരളത്തിലെ പ്രധാന നദികളിലൊന്നായ കല്ലടിയാറിൻ്റെ ഉത്ഭവ പ്രദേശം തെന്മല വനമേഖലയിൽ നിന്നാണ്. കല്ലടിയാറിൻ്റെ ജലം പ്രയോജനപ്പെടുത്തിയാണ് തെന്മല ഡാമും കല്ലട ജലസേചന പദ്ധതിയും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ തെന്മല ഡാം സന്ദർശനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഗൈസ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത് ഗൈസ്. കൂടെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.